നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരം ഒരു കഠിന പരീക്ഷണമാണ്. നിയോമിനെതിരെയാണ് കളി. നിയോം ഒരു സ്ട്രോങ് ടീമാണെന്ന കാര്യത്തിൽ തർക്കമില്ല, ടഫ് സൈഡാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള അവസാന മത്സരമാണ്. വിജയിച്ചേ പറ്റൂ. എ വിൻ ഈസ് എസെൻഷ്യൽ. കാരണം എതിർ ടീമുകൾ അവരുടെ എതിരാളികളായിട്ട് നിൽക്കുന്ന ടീമുകൾ 8ാം റൗണ്ടിൽ ഓൾറെഡി വിജയിച്ച ഒപ്പത്തിനൊപ്പമാണ്. അൽ തവൂൺ 8 കളി 21 പോയിന്റ്, അൽ ഹിലാൽ 8 കളി 20 പോയിന്റ്, അൽ നസർ 7 കളി 21. ഇന്നെങ്ങാനും പോയിന്റ് ഡ്രോപ്പ് ചെയ്ത പടിവാണ്. സോ നിയോം ആവട്ടെ മികച്ച ടീമാണ്. അവർക്ക് 7 കളിയിൽ നിന്ന് 13 പോയിന്റ് ഉണ്ട്. അവർ 7ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:20 നിയോമിനെതിരെ അൽ നസർ കളിക്കാനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ CR7-ഉം പിയേഴ്സ് മോർഗനും തമ്മിലുള്ള ഇന്റർവ്യൂ ഒക്കെ വന്ന് അതിങ്ങനെ എയറിൽ നിന്ന് വല്ലാത്ത രൂപത്തിലെ ചർച്ചയൊക്കെ ആയി. പലരും അത് ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ചൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ ഒരു മത്സരം വരുന്നത്. ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള മത്സരമാണ്. വിജയിച്ച് പറ്റൂ. അപ്പോൾ അൽ നസറിന്റെ ആദ്യ ലെവലിൽ ആരൊക്കെ ഉണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ അഖീദി, ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസും സിമാക്കൻ മടങ്ങിയെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും സുൽത്താനും, മധ്യനിരയിൽ ഏഞ്ചലോ ബ്രസോവിച്ച്, മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ജാവോ ഫെലിക്സ്, ഇരു പാർശ്വങ്ങളിലായിട്ടും ബാനയും കിങ്സ്ലി കോമനും, ഗോൾ അടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്ന അൽ നസറിന്റെ 11 എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും ഇപ്പോൾ ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ക്രിസ്ത്യാനോക്ക് 8 ഗോളുകളായി, ജാവോ ഫെലിക്സിന് 9 ഗോളുകളായി. സൗദി പ്രോ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ടീം അൽ നസറാണ്. 7 കളി 21. പക്ഷെ അൽ തവൂണും വിട്ടുകൊടുത്തിട്ടില്ല. 8 കളിൽ നിന്ന് അവർക്ക് 23 പോയിന്റ് ആയിട്ട്. അപ്പോൾ ഇന്ന് ഗോൾ അടിക്കണം, വിജയിച്ചേ പറ്റൂ. അൽ നസറും CR7-ഉം ഒരുങ്ങി ഇറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.